അപ്പോൾ നെയ്യാറ്റിങ്കര, പുതുക്കാട്, തൃക്കരിപ്പൂര് ഈ മണ്ഡലങ്ങളാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയ മണ്ഡലങ്ങൾ, കോൺഗ്രസിന് അനുകൂലമായിട്ട് ചിന്തിച്ച മണ്ഡലങ്ങൾ. അപ്പോൾ കോൺഗ്രസിനാണ് ഇപ്പോൾ സീറ്റുകളുടെ എണ്ണം ഇനി കൂടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇനി ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഭൂരിപക്ഷത്തിൽ അവർ ഉള്ളത് കോഴിക്കോട് നോർത്ത്. അവിടെ ഒരുപക്ഷെ കോൺഗ്രസ് വീണ്ടും കയറാനുള്ള സാധ്യതയുണ്ട്. 55 വോട്ടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. മണലൂര് പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് 1600 വോട്ടുകൾ മാത്രമേ ഭൂരിപക്ഷം അവിടെ ഉള്ളൂ. ദേവികുളം അഡ്വക്കേറ്റ് A രാജ 340 വോട്ടുകളുടെ ഭൂരിപക്ഷം. കഴക്കൂട്ടം, പക്ഷേ കഴക്കൂട്ടം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. വട്ടിയൂർക്കാവ് VK പ്രശാന്ത് 501 വോട്ടുകൾക്ക് മാത്രം മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഇനി 4ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് കയറി വരാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് 100+ലേക്ക് എത്താനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. വട്ടിയൂർക്കാവ് എടുത്തു പറയേണ്ട ഒരു കാര്യം, R ശ്രീലേഖ 3-ാം സ്ഥാനത്താണ്. അവിടെ 2-ാം സ്ഥാനത്ത് K മുരളീധരൻ, 1-ാം സ്ഥാനത്ത് അഡ്വക്കേറ്റ് VK പ്രശാന്ത് 501 വോട്ടുകൾക്കും മാത്രമാണ്. അപ്പോൾ 4 മണ്ഡലങ്ങളിൽ കൂടി ഇനി അവിടെ കോൺഗ്രസിന് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 100+ലേക്ക്, ഒരു 103, 102 എന്ന റേഞ്ചിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ കോൺഗ്രസിന്റെ UDF-ന്റെ ഘടകകക്ഷികൾ കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ ഒരു 5K+ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫിന് ഇനി വേറെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ ലീഡ് ചെയ്യുന്ന എല്ലാ സീറ്റുകളും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നു. RSPയെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റുകൾ നിൽക്കുന്നു. അവരും ശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. എല്ലാവരും ഒരു ആവറേജ് 10K+ ഭൂരിപക്ഷത്തിൽ തന്നെ RSPയും നിൽക്കുന്നു.